ഒരു ജോലി ലഭിച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. ഗൾഫിലത് ശരിക്കും ബോധ്യപ്പെടും. എത്ര സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും കയ്യിൽ വെച്ചിട്ടല്ല നമ്മൾ നടക്കുന്നത്. റോഡിലൂടെ പോകുന്ന അവിചാരിതമായി ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട ഒരാളിലൂടെയായിരിക്കും ചിലപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടാവുക. നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടാവില്ല. ഏതെങ്കിലും ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധുവായിരിക്കും, അയാളിലൂടെ വന്ന കണക്ഷനായിരിക്കും ഒരുപക്ഷെ നമുക്ക് അള്ളാഹു ഒരു റിസ്ക്കിൻ്റെ വഴി തുറന്നിട്ടുണ്ടാവുക. അങ്ങനെയല്ലേ നടക്കുന്നത്? എല്ലാം അത്ഭുതങ്ങളിലൂടെയാണ്. റിസ്ക്കിൻ്റെ കാര്യം അത്ഭുതമാണ്. അത് അല്ലാഹു വഫിസ്സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ, അള്ളാഹു നിങ്ങളുടെ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണെന്നതിൻ്റെ വലിയ അടയാളം അതാണ്. സർട്ടിഫിക്കറ്റ് കൊണ്ട് നടന്നാൽ ജോലി കിട്ടിക്കൊള്ളുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവന് ഒരുപാട് അള്ളാഹു നൽകുന്നില്ലേ? എല്ലാം അള്ളാഹു നൽകുന്നതാണ്. നമ്മൾ എപ്പോഴും പറയുന്നത്, ഒരു കച്ചവടം വിജയിച്ചാൽ ഞാൻ നന്നായി കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ്, നാട്ടിൽ പോയിട്ട് 4 വർഷമായി, ഞാൻ എന്നും ഇവിടെ വന്ന് നടക്കുന്നത് കൊണ്ടാണ്, എപ്പോഴും ഇവരെ നോക്കുന്നത് കൊണ്ടാണ്, ഞാൻ എപ്പോഴും ഇതിൽ ഇടപെടുന്നത് കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്. അങ്ങനെയൊക്കെ ഇടപെടുന്ന ആളുകളുണ്ട്, കച്ചവടം തകരുന്നില്ലേ? എല്ലാ ബിസിനസ് മാനേജ്മെൻറ്റും പഠിച്ചു വരുന്ന ആളുകളുണ്ട്, കച്ചവടം നഷ്ടപ്പെടുന്നില്ലേ? നമ്മുടെ കഴിവല്ല, ബിഫളില്ലാ, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്. ഇത് പറയാൻ കഴിയണം. നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വാഹനം, നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി, തൊഴിൽ എന്തോ ആകട്ടെ, ബിഫളില്ലാ, അള്ളാഹുവേ നിൻ്റെ ഔദാര്യം, നിൻ്റെ ഔദാര്യം. ഇത് മനസ്സുകൊണ്ട് ബോധിക്കുന്നതാണ് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യേണ്ട ആദ്യത്തെ ശുക്ർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ശുക്ർ, അള്ളാഹുവിനെ നാവുകൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാ എന്ന് പറയണം. ഖൽബ് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. അള്ളാഹുവിന് ശുക്റിൻ്റെ വചനങ്ങൾ പറയണം. ഏതാനും ചില ശുക്റിൻ്റെ വചനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു പോയതൊന്ന് ഓർത്തെടുക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തേത്, അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങളെ ഒരിക്കലും തന്നെ ഒരു തിന്മക്ക് ഉപയോഗിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗിക്കണം. ഇത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനുള്ളതാണ്. ഇത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന ഒരു രീതിയാണ്.